വ്യതിയാനം വലിയ മാറ്റങ്ങളാണ് ഭൂമിയിൽ സൃഷ്ടിക്കുന്നത്. ഇപ്പോഴിതാ ഇത് ഭൂമിയുടെ രൂപം പോലും മാറ്റാൻ കാരണമാകുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ആഗോളതാപനത്തെ തുടർന്നുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റമാണ് ഇത്തരമൊരവസ്ഥയിലേക്ക് നയിക്കുന്നതെന്നാണ് ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, നിരന്തരം സംഭവിക്കുന്ന ഈ മാറ്റം ഭൂമിയിലെ ദിവസങ്ങളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതായും ഭൂമിയുടെ കറക്കം മന്ദഗതിയിലാക്കുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് ശാസ്ത്രജ്ഞർ അവലോകനം നടത്തിയതും ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നതും. അന്റാർട്ടിക്കയും ഗ്രീൻലാൻഡും പോലെയുള്ള ധ്രുവപ്രദേശങ്ങളിൽ അതിവേഗത്തിലാണ് മഞ്ഞുപാളികൾ ഉരുകുന്നത്. ലോകവ്യാപകമായി താപനില ഉയരുന്നത് ഐസുറഞ്ഞ പ്രദേശങ്ങളിൽ അതുരുകാൻ കാരണമാകും. അങ്ങനെ എത്തുന്ന ജലം ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ഭൂമധ്യരേഖയോടടുത്ത് വെള്ളം കൂടുതലായി വന്നു ചേരുന്നതോടെ ഭൂമിയുടെ മധ്യഭാഗം അല്പം വിസ്താരമുള്ളതായി മാറും. ഈ പ്രക്രിയ ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കുറയ്ക്കുമെന്നും പഠനത്തിൽ കണ്ടെത്തി. ഇങ്ങനെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ധ്രുവപ്രദേശത്ത് നിന്നും വെള്ളവും മറ്റും ഒഴുകിയെത്തുന്നത് ദിവസങ്ങളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുമെന്നാണ് നാസയുടെ ജെറ്റ് പ്രൊപ്പോർഷണൽ ലബോറട്ടറിയിൽ നിന്നുള്ള വിദഗ്ധരും വ്യക്തമാക്കുന്നത്. ചന്ദ്രന്റെ ഗുരുത്വബലവും ഭൂമിയുടെ പുറന്തോടിലെ ഉരുകിയ പാറയും കാരണം നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഭൂമിയിലെ ദിവസങ്ങൾക്ക് മില്ലി സെക്കൻഡുകൾ വീതം ദൈർഘ്യമേറും എന്നാണ് വിലയിരുത്തൽ. എന്നാൽ നിലവിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന അസാധാരണ മാറ്റങ്ങളെ തുടർന്ന് ഈ മാറ്റം അതിവേഗത്തിലായെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. നിലവിലെ നിഗമനങ്ങളനുസരിച്ച് 2100ഓടെ ഭൂമിയിലെ ദിവസങ്ങളുടെ ദൈർഘ്യം 2.62 മില്ലി സെക്കൻഡുകൾ വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. മാനുഷിക പ്രവർത്തനങ്ങൾ മൂലവും മറ്റ് പ്രകൃതിയാലുള്ള കാരണങ്ങളാലും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം എന്നറിയപ്പെടുന്നത്. സമുദ്രങ്ങളാണ് ആഗോളതാപനത്തിന്റെ ഫലമായി ഉയർന്ന ചൂടിന്റെ 80% ആഗിരണം ചെയ്യുന്നത്. ഇതുമൂലം സമുദ്രജലം 3000 മീറ്റർ ആഴത്തിൽ വരെ ചൂടുപിടിക്കുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച് വ്യാപ്തം വർദ്ധിക്കുന്ന ജലം സമുദ്രനിരപ്പിൽ കാറ്റിന് കാരണമാകും. കൂടാതെ ധ്രുവങ്ങളിൽ മഞ്ഞും ഹിമാനിയും ഉരുകുന്നതിനും ഇത് കാരണമായേക്കാം. കണക്കുകൾ അനുസരിച്ച് ശരാശരി ഓരോ വർഷവും 1.8 മില്ലിമീറ്റർ വീതമാണ് സമുദ്രജലനിരപ്പ് ഉയരുന്നത്. ആഗോളതാപനം മൂലം മഴ, കാറ്റ്, സമുദ്രത്തിലെ ലവണാംശം എന്നിങ്ങനെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കൂടാതെ ഹീറ്റ് വേവ്സ്, വെള്ളപ്പൊക്കം, ട്രോപ്പിക്കൽ ചക്രവാതങ്ങളുടെ വർദ്ധിച്ച തീവ്രത, കനത്ത മഴ എന്നിങ്ങനെ അതിശക്തമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. മനുഷ്യരടക്കമുള്ള ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ഈ കാലാവസ്ഥാ മാറ്റങ്ങൾ വലിയ പ്രതിസന്ധിയും പ്രത്യാഘാതവുമാണ് സൃഷ്ടിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.